UGC നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് SFI തൃശൂർ AGS ഓഫീസിലേക്ക് നടത്തിയ പ്രകടനത്തിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡുകൾ പ്രവർത്തകർ മറിച്ചിടാൻ ശ്രമിച്ചു. 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രതിഷേധക്കാർ പിന്മാറിയില്ല. അനീഷ് ആന്റണി വിവരങ്ങൾ നൽകാൻ ചേരുന്നു. അനീഷ്, UGC നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് തൃശൂർ AGS ഓഫീസിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിൽ എന്തൊക്കെ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്? മനേഷ്, നെറ്റ് പരീക്ഷ റദ്ദ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിഷേധാത്മകമായ അല്ലെങ്കിൽ വിദ്യാർത്ഥി വിരുദ്ധ ആ നടപടികൾക്കെതിരെയും ഒക്കെ ആയിരുന്നു മാർച്ച്. തൃശൂർ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപത്തെ SFI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. മാർച്ച് AGS ഓഫീസിന് സമീപം എത്തിയപ്പോഴും പ്രവർത്തകർ ഓടി ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം നടത്തി. വലിയ ശ്രമമായിരുന്നത്. ബാരിക്കേഡിന്റെ സ്ഥാനങ്ങളൊക്കെ പോലീസുകാർ കയറ് കെട്ടിവെച്ചിരുന്ന സ്ഥാനങ്ങളൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ആ സംഭവം ഉണ്ടായതോടുകൂടി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചു, ജലപീരങ്കി നിർത്തി. വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം നടത്തി, വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. അങ്ങനെ 4-ൽ കൂടുതൽ തവണ പോലീസ് അതിശക്തമായ രീതിയിൽ ജലപീരങ്കി പ്രയോഗിച്ചു. ഇതോടെ പ്രവർത്തകർ ജലപീരങ്കി വാഹനത്തിന് നേരെയായി. പിന്നെ പ്രവർത്തകരുടെ പ്രതിഷേധം വാഹനത്തിന്റെ മുന്നിലേക്ക് ഓടിക്കയറി ചില്ലിൽ അടിക്കുന്ന ആ ഒരു സാഹചര്യം വരെ ഉണ്ടായി. പിന്നീട് വീണ്ടും ഈ പ്രവർത്തകർ തിരികെ വന്ന് ബാരിക്കേഡ് മറിച്ചാനുള്ള ശ്രമം നടത്തിയതോടെ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രതിഷേധ റോഡിൽ കുത്തിയിരുന്നാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത്. ഈ ഉദ്ഘാടന പ്രസംഗത്തിനും മറ്റ് ചടങ്ങുകൾക്ക് ശേഷം വീണ്ടും പ്രതിഷേധം ഉണ്ടാകുമോ എന്നൊരു സാധ്യത കൂടി പോലീസ് കാണുന്നുണ്ട്. എന്തായാലും ജലപീരങ്കി സംവിധാനം ഇവിടെയുണ്ട്, പോലീസ് സംവിധാനം അപ്പാടെ ഇവിടെ തന്നെയുണ്ട്. സാധാരണഗതിയിൽ ചില സമരങ്ങളിൽ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് വീണ്ടും ബാരിക്കേഡ് മറിച്ചിട്ട് അകത്ത് പ്രവേശിക്കുന്ന കാഴ്ചകളൊക്കെ നാം കാണാറുള്ളതാണ്. അത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി പോലീസിനുണ്ട്. എന്നാലും പോലീസ് ഇപ്പോൾ ആ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സഞ്ജീവ ഉദ്ഘാടനം പ്രസംഗം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മനീഷ്, ശരി. UGC നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് SFI തൃശൂർ AGS ഓഫീസിലേക്ക് നടത്തിയ പ്രകടനത്തിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ പ്രവർത്തകർ മറിച്ചിടാൻ ശ്രമിച്ചിരിക്കുന്നു. 4 തവണ തുടർച്ചയായിട്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ട് പോലും പ്രതിഷേധക്കാരെ അവരെ പിന്മാറ്റാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവർ കുത്തിയിരിപ്പ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോകുന്നതിന് മുൻപ് അവിടുത്തെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ശബ്ദത്തോടു കൂടി കാണാം. ചെയ്ത് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത 15 വിദ്യാർത്ഥികളാണ് ആ റദ്ദാക്കലിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. അതിൽ കാസർഗോഡ് ജില്ലയിലെ ഐജ മഹേഷ് ഉൾപ്പെടും. അതേ ഐജ മഹേഷിന്റെ സഹോദരൻ തന്റെ സഹോദരിയുടെ വേർപാടിൽ ആത്മഹത്യ ചെയ്തിട്ട് ഏതാനും ദിവസങ്ങളെ ആകുന്നുള്ളൂ. സമാനമായി നെറ്റ് പരീക്ഷ 3 എണ്ണം റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. എത്ര പേരുടെ ജീവൻ, എത്ര ജന്തർ മന്തർ സമരങ്ങൾ, എത്ര ജില്ലാ ആസ്ഥാനത്തേക്കുള്ള മാർച്ചുകൾ, എത്ര ജലപീരങ്കികൾ, എത്ര തോക്കുകൾ, ലാത്തികൾ, ഇനിയും എത്ര സഹനം നമ്മൾ സഹിച്ചു വേണം ഈ ദുരിതപർവം താണ്ടി ഒരു പരീക്ഷ ഈ രാജ്യത്ത് എഴുതാൻ എന്നാണ് ഞങ്ങൾക്ക് ഈ രാജ്യം ഭരിക്കുന്നവരോട് ചോദിക്കാനുള്ളത്.